ഇനിയൊരു നല്ല മാതൃകയുടെ വാർത്തയാണ്. ജോസിയാണ് ആ വാർത്ത നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അതായത് 25 കുടുംബങ്ങൾക്ക് വീടൊരുക്കി നൽകി നല്ലൊരു മാതൃക പങ്കുവെക്കുകയാണ് കോട്ടയം പാല കരൂർ സ്വദേശി മാത്യു അലക്സാണ്ടറും സഹോദരങ്ങളും. 3.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്ഥലം വാങ്ങി ഇവർ വീടുകൾ ഒരുക്കിയത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 11 വീടുകളുടെ താക്കോൽദാനം അല്പസമയത്തിനകം തന്നെ നടക്കും. മാതാപിതാക്കളായ ഞാവള്ളിൽ, ആണ്ടുകുന്നിൽ, കുട്ടപ്പൻ, സുസിലി എന്നിവരുടെ ഓർമ്മയ്ക്കായാണ് സ്വപ്ന വീടുകൾ സമ്മാനിക്കുന്നത്. പാലാ കരൂരിലെ സ്നേഹഭവനങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഭവനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന മാത്യു അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. അദ്ദേഹത്തിന്റെ മറ്റ് സഹോദരങ്ങളായി 8 പേരും ഈ പ്രസ്ഥാനത്തിനോടൊപ്പം കൈകോർത്താണ് ഇപ്പോൾ ഈ സ്വപ്ന വീടുകൾ അവർ തയ്യാറാക്കുന്നത്. ചേട്ടാ, നാടിനാകെ തന്നെ ഒരു മാതൃകയാണ്. ഒട്ടേറെ പേര് വിദേശത്തുണ്ട്, പക്ഷെ ആരും ഇങ്ങനെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകാനൊന്നും തയ്യാറാകാത്തൊരു ഘട്ടത്തിലാണ് താങ്കളും താങ്കളുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഇങ്ങനെ വരുന്നത്. ഇതിന് കാരണം എന്താണ് ഇതിന്റെ ഒരു പ്രചോദനം? തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇത് ഞങ്ങൾക്കൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾക്ക് വരാതെ ഈ ഒരു ആശയം, അതായത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ള പാലാ പിതാവിൻ്റെ ഹോം പാലാ പ്രൊജക്റ്റ് നിന്നാണ് ഞങ്ങൾക്ക് ശരിക്കും ഇതിനുള്ള ഒരു ആശയമുണ്ടായത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്കിടെ ആത്മീയ ഗുരുവായ പനക്കലച്ചൻ എപ്പോഴും ഞങ്ങളോട് പറയും, ഉള്ളതിൽ നിന്ന് നമുക്ക് വിഭജിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്ക് ദൈവം വളർത്തുന്നതും ഇത് ചെയ്യുന്നതും. അപ്പം മക്കൾക്കൊരു മാതൃക, മക്കളും ഇത് തുടരണം. ഞങ്ങൾ തുടർന്ന് വെച്ച് ഈ പാത തീർച്ചയായിട്ടും ഇത് ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാറണം. ഈ 25 വീടുകൾ താമസിക്കുന്നവരും അവരുടെ മക്കളെയും കൂടെ ഞങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കണം. അവരെ പഠിപ്പിക്കുക, അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളിലൊക്കെ കൈവച്ചുകൊണ്ട് അവരെ ഈ വീടുകളിൽ നിന്ന് മാറ്റി വലിയൊരു വീട്ടിലേക്ക്, ഒരു സംവിധാനത്തിലേക്ക് അവരെയും ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ചെറിയ രീതി കൊളുത്തുകയാണ്. ആദ്യത്തെ 25 വീടുകളിൽ 11 വീടുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കും അല്ലേ? അതെ. പിന്നെ ഇത് ചെയ്തിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഈ വീടിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് ഞങ്ങൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വലിയൊരു അദൃശ്യമായ കാര്യം ഇതിൻ്റെ അകത്ത് എൻ്റെ ജ്യേഷ്ഠനിലൂടെ ഇതിൻ്റെ അകത്ത് സംഭവിച്ചു. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും വീടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് പകുതിയിലധികം വീടുകൾ മറ്റു മതസ്ഥർക്കാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. മതം ഇതിൻ്റെ ഒരു പ്രശ്നമല്ല, രാഷ്ട്രീയം ഇതിൻ്റെ ഒരു പ്രശ്നമല്ല. അർഹതപ്പെടുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്ന് മാത്രം ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. 3 മുറികൾ ഉണ്ട്. ഒരു മുറി ഇതാണ്, മറ്റൊരു മുറി പൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അടുക്കളയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ 3 മുറികളും ഒരു ഹോളും അടക്കമുള്ള 800 സ്ക്വയർ ഫീറ്റിൽ ഉള്ള വീടുകളാണ്, 11 വീടുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ഒരു വീടിനായി ചെലവഴിച്ചിരിക്കുന്നത്. ഈ കുടുംബാംഗങ്ങൾ ഇവിടെ സ്ഥലം മേടിച്ചാണ് ഈ വീട് പൂർത്തിയായിരിക്കുന്നത്. സാധാരണ ഈ ഇത്തരം പദ്ധതികളുമായി ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭാര്യമാർ ഒന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്, പക്ഷേ ചേച്ചി അങ്ങ് കൂടെ നിന്നു അല്ലേ? ഞങ്ങൾ ഫുൾ സപ്പോർട്ടോടെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിനും. ഇനി ഞങ്ങളുടെ ആഗ്രഹം 25 വീട് കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ മാതാപിതാക്കളും അവരുടെ സഹോദരങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ ഇനി ഇത് തുടർച്ച നിങ്ങളാണല്ലോ, അപ്പോൾ തുടർച്ചയ്ക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവും? ഉറപ്പായിട്ടും. ഡാഡീൻ്റെ എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു ചാച്ചനെ അമ്മച്ചിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതുപോലെ ഒരു കാര്യം പുണ്യപ്രവർത്തി നാട്ടിൽ ചെയ്യണമെന്ന് ഒരു സ്വപ്നമാണ് എപ്പോഴും. സോ ഡാഡീൻ്റെ സ്വപ്നത്തിൻ്റെ കൊടുത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. എന്തായാലും നാടിനാകെ മാതൃകയാണ് ഈ കുടുംബം, അതോടൊപ്പം തന്നെ ഇവരുടെ സഹോദരങ്ങൾ. എന്തായാലും ഇന്ന് നടക്കുന്ന ചടങ്ങിൽ 11 വീടുകളുടെ താക്കോൽദാനം നടക്കും. മറ്റ് 14 വീടുകളുടെ കല്ലിടിയൽ കർമ്മവും ഇന്നുണ്ടാകും. എന്തായാലും ഇത്തരം മാതൃകകൾ